ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നഴ്സറി വിസിറ്റ് ആണ് കേട്ടോ. നഴ്സറി എന്ന് പറയുമ്പോൾ ഷാർജയിലെ അൽ ജുബൈലുള്ള ഒരു നഴ്സറി സ്ട്രീറ്റാണ്, പ്ലാൻ നഴ്സറി സ്ട്രീറ്റാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദേജാ വു. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഷോപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ടോ, ഒരു ഓപ്പൺ ഏരിയ ആയിട്ടോ അങ്ങനെ ഒന്നും അല്ല ഇവിടുത്തെ നഴ്സറി. ഇവിടുത്തെ നഴ്സറി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രീറ്റ് പോലെ, അതായത് ഈ റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നില്ല, ഒരറ്റം മുതൽ നിറയെ ഇങ്ങനെ സ്റ്റോൾസ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്ലാൻ നഴ്സറീസ് ആണ്. അതും ഓരോന്നും പല ഷോപ്പും പല ആൾക്കാരുടെയും അങ്ങനെയാണ്, ഒരാളുടെ അല്ല ഈ കാണുന്ന ഫുൾ ഈ സ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പോയിട്ടുള്ളത് മുല്ല വാങ്ങിക്കാനാണ്. ജാസ്മിൻ ഉണ്ടല്ലോ, മുല്ല ചെടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പോൾ സമ്മറാണ്, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ പൂവുണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ബാൽക്കണിയിൽ വെക്കാൻ വേണ്ടിയിട്ട് മുല്ലച്ചെടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ആവറേജ് സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 20-25 ആണ് അതിൻ്റെ ആ സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരെണ്ണം മേടിച്ചു. പിന്നെ ജസ്റ്റ് ഷോപ്പിൽ എന്തായാലും വന്നതാണല്ലോ, ഈ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീക്ക്നെസ്സും ആണല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം അവരിങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ കാക്ടസ് ആണ്. കാക്ടസ് ഒക്കെ ഒരു 25-ലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലിത് വളരെ റെയറാണ്. ഇൻഡോർ കാക്ടസിന് നല്ല റേറ്റാണ്, അറിയാം എല്ലാവർക്കും. പിന്നെ ഈ ഫ്ലവേഴ്സ് ഉള്ളതിന് അത്യാവശ്യം നല്ല രീതിയിൽ മൂൺ കാക്ടസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് നല്ല റേറ്റാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല. 25 മുതൽ തന്നെയാണ് ഇവിടെയും, 25 ദർഹം മുതൽ തന്നെയാണ് ഇവിടെയും. പിന്നെ ഈ കാണുന്നതൊക്കെ 1 ദർഹത്തിനൊക്കെ കിട്ടുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന. ഇപ്പോൾ സമ്മറിൽ നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പോപ്പി പ്ലാന്റ് അതൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ജമന്തി, ബൊഗൈൻവില്ല, പിന്നെ 10 മണി, അതിവിടെ പോർട്ടിലൊക്കെ പേഴ്സലൈൻ ഇഷ്ടമാതിരി ഉണ്ട്. അത് നമ്മളത് മേടിച്ചപ്പോൾ നമുക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു പോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ മെയിനായിട്ടും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഇഷ്ടമാതിരിയും ആ പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിൽ കാണുന്ന സാധനമാണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ സെയിലിന് വെച്ചേക്കാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ പരിചയമില്ലാത്ത എന്നാൽ അങ്ങനെ ഒരു വലിയ ഭംഗിയൊന്നും കാണാത്ത രീതിയിലുള്ള കുറേ പ്ലാന്റ്സ് കണ്ടു കേട്ടോ അവിടെ. ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള കളക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ പോട്ട്സിൽ കുറച്ച് രസമുള്ള വെറൈറ്റി ടൈപ്സ് ഒക്കെ ഉണ്ട്. സെറാമിക് ആണെങ്കിലും അല്ലാത്ത ക്ലേ ആണെങ്കിലും ഒക്കെ കുറച്ച് ഭംഗിയുള്ള ടൈപ്പ് പോട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിന് ഇടയ്ക്ക് ഒന്ന് തപ്പിയെടുക്കണം. ഒരുപാട് നല്ല വെറൈറ്റി ഉള്ളതുണ്ട്. പിന്നെ ബാംബൂസ്, ലക്കി ബാംബൂസ്, അവിടെ ഫ്ലാറ്റ്സിലാണല്ലോ എല്ലാവരും അധികം ഉള്ളത്. അപ്പോൾ പിന്നെ അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് ഈ ലക്കി ബാംബുവും കാക്ടസും മണി പ്ലാന്റും ഒക്കെ ആണല്ലോ, സെക്കലൻസ് ഒക്കെയാണ്. അപ്പോൾ സെക്കലൻസും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനും ഒരു സെക്കലൻഡ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 25 ദർഹം ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഓർക്കിഡ്സ്, എഗ്ലോണിമാസ് അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് നഴ്സറിയും അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം അത്ര ഒരു കളക്ഷൻസ് ഒന്നും ഇവിടെ തോന്നാത്തത്. എന്നാൽ കുഴപ്പമില്ല, തരക്കേടില്ലാത്തത് കൊണ്ട്. എന്തായാലും അതിലൊക്കെ നല്ല ഡിഫറൻസ് വരുമല്ലോ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അത്രയും ആയിരിക്കില്ല ഇവിടുത്തെ വെറൈറ്റീസ്, ഇവിടുത്തെ ടൈപ്പ് പ്ലാന്റ്സ് ആയിരിക്കുമല്ലോ എന്തായാലും. പിന്നെ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉണ്ട്. പീസ് ലില്ലി ഉണ്ട്. ഓർക്കിഡ്സും ഉണ്ട്. ഓർക്കിഡ്സ് ഒക്കെ വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാടൻ തുളസി, ഞവര, ചെമ്പരത്തി, കറിവേപ്പില
അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നവര ഇഷ്ടംമാതിരി, പനിക്കൂർക്ക, ഞങ്ങളുടെ നാട്ടിൽ നവര എന്നാ പറയൽ. ഇതൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവുന്ന സാധനങ്ങളാണ്. കറിവേപ്പില, ചീര, പിന്നെ കുറച്ച് വാഴത്തൈ, അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഇത് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ രമ്പയിലയാണ്. പിന്നെ ഇവിടെ തെറ്റിയും നന്നായിട്ട് വളരുന്ന പോലെ ഉണ്ട്. നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അധികവും തെറ്റിയിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഫേൺസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഫേൺസ് അതെല്ലാം അവർ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അരളിയും ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ്. വലിയ സൈസിലുള്ള അരളിയും ഉണ്ട്, പിന്നെ ചെറിയതും ഉണ്ട്. പിന്നെ ബോൺസായി പോലത്തെ ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് കണ്ടു. ഇതിപ്പോൾ നമ്മുടെ എൻട്രൻസിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ ടൈപ്പിലുള്ള ബോൺസായി പോലത്തെ പ്ലാന്റ്സ് കണ്ടു. പിന്നെ മിക്ക ഫ്ലാറ്റ്സിലും ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ പടർത്തി വിട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. നമ്മുടെ നാട്ടിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് മഞ്ഞപ്പൂവുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള പോട്ട്സ്, ഇതെല്ലാം ഇങ്ങനെ മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇവിടുത്തെ വീഡിയോസ്, ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.